അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ ഹുറൂഫുൽ ഖമരിയ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹുറൂഫ് ശംസിയെ കുറിച്ചാണ്. അഥവാ നമ്മുടെ തഫ്ഹീമു തിലാവ 1-ാം ക്ലാസ്സിലെ 15ാമത്തെ പാഠം അദ്ദറസുൽ ഖാമിസു അശറ അൽ ഹുറൂഫ് ശംസിയ. ശംസിയയും കമരിയയും തമ്മിലുള്ള വ്യത്യാസം, കമരിയായ അക്ഷരത്തിൻ്റെ കൂടെ വരുന്ന അൽ എന്ന അക്ഷരത്തിൽ ലാമിന് സുക്കൂൻ ചെയ്ത് അൽ എന്ന് തന്നെ മൊഴിഞ്ഞിട്ടാണ് പറയുക. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ അൽ എന്ന് എഴുതി കഴിഞ്ഞാൽ ആ ലാമിന് സുക്കൂൻ ചെയ്യാതെ ശേഷം വരുന്ന അക്ഷരത്തിന് സദ് ചെയ്തുകൊണ്ടാണ് പറയുക. ഉദാഹരണം അശംസ് എന്നതിൽ അൽ ഷംസ് എന്ന് പറയില്ല. പകരം ആ അല്ലിൻ്റെ ലാമിൻ്റെ സുക്കൂനിനെ നമ്മൾ ഈ ഷീനിലേക്ക് കൊടുത്തിട്ട് അവിടെ സദ് ചെയ്ത് ഷ എന്ന് പറയും, അശംസ്. അതുപോലെ അതിൻ്റെ ഉദാഹരണം നോക്കൂ. അതിൻ്റെ പേരെങ്ങനെയാണ് ഹെഡിങ്? അൽ ഹുറൂഫ് ശംസിയ. അൽ പ്ലസ് തവ്വാബുൻ, അത്തവ്വാബു. അവിടെ ലാമിൻ്റെ സുക്കൂനിനെ ഒഴിവാക്കിയിട്ട് നമ്മളത് തായിലേക്ക് സദ്ദായിട്ട് നൽകിയിട്ട് അത്തവ്വാബു എന്നാണ് കൊടുക്കുക. അതിൽ താ ആണ് ശംസിയായ അക്ഷരം. രണ്ടാമത് അൽ പ്ലസ് സാബിത്തുൻ. അവിടെ അൽ സാബിത്ത് എന്ന് പറയൂല, പിന്നെ അസാബിത്തു എന്നാണ് പറയുക. അവിടുത്തെ ശംസിയായ അക്ഷരം സാ. കണ്ടില്ലേ? അസാബിത്തു. അൽ സാബിത്ത് എന്ന് പറയൂല, അസാബിത്ത്. ലാമിൻ്റെ സുക്കൂനിനെ നമ്മൾ സായിലേക്ക് കൊടുത്ത് സദ് ചെയ്ത് അസാബിത്തു എന്നാണ് പറയുക. മൂന്നാമത്തത് അൽ പ്ലസ് ദായിമുൻ, അദ്ദായിമു. അവിടുത്തെ ശംസിയായ അക്ഷരം ദാലാണ്. ദാലിനെ നമ്മൾ അൽ ദായിമു എന്ന് പറയൂല, അദ്ദായിമു. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ശംസിയായ അക്ഷരങ്ങളിൽ മുമ്പ് വരുന്ന ലാമിൻ്റെ സുക്കൂനിനെ ഒഴിവാക്കി അതിനെ ദാലിലേക്ക് സദ്ദായിട്ട് നൽകിയിട്ട് അദ്ദായിമു. ഇനി അൽ പ്ലസ് ദാക്കിറുൻ, അദ്ദാക്കിറു. കണ്ടില്ലേ? അൽ പ്ലസ് റഹീമുൻ, അർറഹീമു. നമ്മൾ ഓതില്ലേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവിടെയൊക്കെ നമ്മൾ അർറഹീം, അർറഹ്മാനി, അർറഹീം. അവിടുത്തെ ശംസിയായ അക്ഷരം റാ. അതുപോലെ അൽ പ്ലസ് സബൂറുൻ, അസ്സബൂറു എന്നാണ്. അവിടുത്തെ ശംസിയായ അക്ഷരം സായാണ്, സായ്. അസ്സബൂറു. ലാമിന് സുക്കൂനില്ല, ആ സുക്കൂനെ സദ്ദാക്കി ശേഷം വരുന്ന അക്ഷരത്തിലേക്ക് കൊടുത്തു, അസ്സബൂറു. അൽ പ്ലസ് സലാമുൻ, അസ്സലാമു. അൽ പ്ലസ് ഷാക്കിറുൻ, അശാക്കിറു. കണ്ടില്ല? അവിടെ ഒന്നും ലാമിന് സുക്കൂനില്ല. അതാണ് ശംസിയായ അക്ഷരത്തിൻ്റെ പ്രത്യേകത. ശംസിയായ അക്ഷരത്തിൻ്റെ മുമ്പുള്ള അൽ എന്ന് എഴുതി വരും. ആ അല്ലിലുള്ള ലാമിന് നമ്മൾ സുക്കൂന് ചെയ്യൂല. സുക്കൂൻ നമ്മൾ ശേഷമുള്ള അക്ഷരത്തിലേക്ക് കൊടുത്ത് സദ് ചെയ്യും. അപ്പം അൽ പ്ലസ് സലാമുൻ, അസ്സലാമു. അൽ പ്ലസ് ഷാക്കിറുൻ, അശാക്കിറു. അൽ പ്ലസ് സ്വമദുൻ, അസ്വമദു. കണ്ടില്ലേ? അവിടെയും അൽ സ്വമദു എന്ന് പറയൂല, അസ്വമദു. അൽ പ്ലസ് ലാമിനുൻ, അദ്ദാമിനു. അൽ ലാമിനു എന്ന് പറയൂല, അല്ലാമിനു. അൽ പ്ലസ് ത്വയ്യിബുൻ, അത്വയ്യിബു. അൽ ത്വയ്യിബു എന്ന് പറഞ്ഞാൽ തെറ്റ്, അത്വയ്യിബു. അവിടെ ലാമിന് സുക്കൂന് ചെയ്യാതെയാണ് നമ്മൾ പറയാം, അത്വയ്യിബു. അൽ പ്ലസ് ലാഹിറുൻ, അല്ലാഹിറു. അൽ പ്ലസ് ലത്തീഫുൻ, അല്ലത്തീഫു. അപ്പോൾ അല്ലത്തീഫിലെ ശംസിയായ അക്ഷരം ലാമ്, അല്ലാഹിറുവിലെ ശംസിയായ അക്ഷരം അല്ലേ? അപ്പോൾ അല്ലാഹിറു, ദാ. പിന്നെ അത്വയ്യിബിലെ ശംസിയ അക്ഷരം ത്വാ. ഇനി അല്ലാമിനുലെ ശംസിയ അക്ഷരം ദ്വാദ്. അസ്വമദിലെ ശംസിയായ അക്ഷരം സ്വാദ്. ഇനി അൽ ലത്തീഫു, അൽ പ്ലസ് ലത്തീഫുൻ, അൽ ലത്തീഫു. അൽ ലത്തീഫിലെ ശംസിയ അക്ഷരം ഏതാണ്? ലാമ്. അൽ പ്ലസ് നാസിറുൻ, അന്നാസിറു. അല്ലേ? അൽ ലത്തീഫു, അന്നാസിറു. ഇനി നുമയ്യിദ് ശംസിയത്ത വൽ ഖമരിയത്ത മിമ്മാ യക്തി വനക്തുബുഹ.
ഇവിടെ ഒരു മൗലിദിൽ ഒരു ബൈത്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ശംസിയായ അക്ഷരത്തെയും ഖമരിയായ അക്ഷരത്തെയും വേർതിരിച്ചെഴുതണം. അസ്വലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബീൻ. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് അലിഫ് ലാം കൊടുത്തിട്ട് ലാമിൻ്റെ സുക്കൂനെ പറയാതെ പറഞ്ഞ അക്ഷരങ്ങൾ ഏതൊക്കെയുണ്ട് നോക്കാം. അസ്വലാത്തു, അവിടെ സ്വാദ്, അത് ശംസിയ അക്ഷരാണ്. അന്നബിയു, അലന്നബി എന്നുള്ള അവിടെ നിന്ന് നൂന്. വസ്സലാം എന്നുള്ളിടത്തുള്ള സീന്. അലർ റസൂൽ എന്നുള്ളിടത്തുള്ള റാ. അശ്ശഫീ എന്നുള്ളിടത്തുള്ള ഷീന്. ഇതൊക്കെ ശംസിയ അക്ഷരാണ്. അൽ അബ്തഹി, അവിടെ അൽ എന്ന് പറഞ്ഞു, അപ്പോൾ അവിടുത്തെ അലിഫ് അത് ഖമരിയായ അക്ഷരം. വൽ ഹബീബ്, അൽ ഹബീബ് എന്ന് പറഞ്ഞല്ലോ, വൽ ഹബീബ്, അപ്പോൾ ലാമിന് സുക്കൂൻ വന്നു, അപ്പോൾ അതിൻ്റെ ശേഷമുള്ള അക്ഷരമായ ഹ ഖമരിയ്. അൽ അറബി, അൽ അറബി എന്ന് പറഞ്ഞപ്പോൾ ലാമിന് സുക്കൂന് ചെയ്തു, അപ്പോൾ ശേഷം വന്ന അക്ഷരം ഏതാ? ഐന്, അപ്പോൾ അത് ഖമരിയ്. അസ്വല, അസ്വല എന്ന് പറഞ്ഞാൽ ലാമിന് സുക്കൂൻ ഇല്ലാതെ വന്നത് സ്വാദാണ്, അപ്പോൾ സ്വാദ് ശംസിയ. അന്നബി, അലന്നബി എന്നുള്ളിടത്തുള്ള ലാമിന് സുക്കൂന് ചെയ്യാതെ നൂന് സദ് ചെയ്തു വന്നു, അപ്പം നൂന് ശംസിയ. വസ്സലാം, വസ്സലാം എന്നുള്ളിടത്ത് സീനിൻ്റെ മുമ്പുള്ള ലാമിന് സുക്കൂന് ചെയ്തിട്ടില്ല, ആ സുക്കൂന് പോയിട്ട് സീനിൽ സദ്ദാണ് കൊടുത്തത്, അപ്പോൾ സീന് ശംസിയ. അലർ റസൂൽ എന്നുള്ളിടത്ത് റാഇൻ്റെ മുമ്പുള്ള ലാമിന് സുക്കൂനില്ല, അപ്പോൾ റാ ശംസിയ. അപ്പോൾ അതും നമ്മൾ ആ വർക്കും കഴിഞ്ഞ് വളരെ ഭംഗിയായി. അപ്പോൾ നിങ്ങൾക്ക് ഉറൂഫ് ശംസിയയും ഖമരിയും പഠിക്കാൻ എളുപ്പമായി എന്ന് വിചാരിക്കുന്നു. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്ക് ഈ പാഠം ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ.